സെക്കൻഡ് സ്റ്റോറിയാണ് ജാഗ്രത. ആ കാലത്തെ ഫേമസ് ആയ നടിയായിരുന്നു അശ്വതി. അവർ തന്റെ സിനിമാ ജീവിതത്തിൽ നടന്ന കുറച്ച് കൈപ്പേറിയ അനുഭവങ്ങൾ ഒരു മാസികയിലൂടെ തന്റെ ആരാധകരിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മാസികയിൽ നിന്നും കുമാർ എന്നയാൾ അവരെ കാണാനെത്തുന്നു. പ്രൊഡ്യൂസർ മോഹനുമായുള്ള അശ്വതിയുടെ വിവാഹ വാർത്തയിലെ വാസ്തവം അയാൾ ചോദിക്കുന്നു. അശ്വതി അത് ശരിവെക്കുകയും ചെയ്യുന്നു. 28-ാം തീയതി ഇറങ്ങുന്ന മാസികയിൽ തന്റെ ഫസ്റ്റ് ആർട്ടിക്കലിന്റെ മാറ്റർ വരണമെന്ന് അശ്വതി വാശി പിടിക്കുന്നു. കാര്യം തിരക്കിയപ്പോൾ അശ്വതി ഫേമസ് ആയ ഒരു നടന്റെ കല്യാണക്കുറി കുമാറിനെ കാണിക്കുന്നു. തന്റെ ആത്മസുഹൃത്തായിരുന്ന നടി രേഖ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ നടനാണെന്ന് അശ്വതി കൂട്ടിച്ചേർക്കുന്നു. നടൻ വിശ്വവും രേഖയും പ്രണയിച്ചിരുന്ന കാര്യവും സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം രേഖയെ വിശ്വം ഉപേക്ഷിച്ചെന്നും ഇതിൽ മനംനൊന്താണ് അവൾ ആത്മഹത്യ ചെയ്തതെന്നും ആ സമയം അവൾ ഗർഭിണിയായിരുന്നെന്നും സങ്കടത്തോടെ അശ്വതി പറയുന്നു. എഡിറ്ററോട് സംസാരിക്കാമെന്നും 28-ന് അത് പബ്ലിഷ് ചെയ്യാമെന്നും കുമാർ വാക്കുകൊടുക്കുന്നു. ഇരുകാലികളുടെ ലോകമെന്ന അശ്വതിയുടെ ആർട്ടിക്കിൾ പുറത്തു വന്നതോടെ വിശ്വത്തിന്റെ കല്യാണം മുടങ്ങുന്നു. ഇതിൽ കലിപൂണ്ട വിശ്വം അശ്വതിയുമായി വഴക്കുണ്ടാക്കുകയും അവളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഒരു പെണ്ണ് നിങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ അവളെ ആട്ടി പുറത്താക്കി. ചാൻസ് അന്വേഷിച്ച് മെഡ്രാസിൽ തെണ്ടിത്തിന് നടന്ന കാലത്ത് നിങ്ങളെ തീറ്റിപ്പോറ്റിയത് അവളാണെന്ന് പോലും ഓർക്കാതെ സ്വന്തം കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അവളെ പരസ്യമായി തേവിച്ചെന്ന് വിളിച്ചു. വിശ്വത്തിന്റെ പക അടങ്ങിയിരുന്നില്ല. അയാൾ അശ്വതിയെ കൊല്ലാൻ ബാബു എന്ന വാടക കൊലയാളിയെ ഏൽപ്പിച്ചു. അങ്ങനെ ഒരു കള്ള താക്കോൽ നിർമ്മിച്ച് ബാബു അശ്വതിയുടെ റൂമിലേക്ക് കടക്കുന്നു. എന്നാൽ അതിനുള്ളിലെ കാഴ്ച കണ്ട് വാടക കൊലയാളിയായ ബാബു പോലും ഒന്ന് ഞെട്ടി. പെട്ടെന്ന് ഞെട്ടിപ്പോയ ബാബു വിശ്വത്തിന്റെ അടുത്തേക്ക് ഓടി. എന്നാൽ വിശ്വത്തിനോട് ബാബു താനാണ് അശ്വതിയെ കൊന്നതെന്നാണ് പറഞ്ഞത്. ആർക്കും സംശയമൊന്നും തോന്നാതിരിക്കാൻ കെട്ടിത്തൂക്കിയെന്നും കൂട്ടിച്ചേർത്തു. പോലീസ് എൻക്വയറി നടത്തി. റൂമിൽ മൽപ്പിടുത്തം നടന്നതായൊന്നും കണ്ടില്ലെന്നും ഡോർ പൂട്ടി കീ മേശപ്പുറത്ത് വച്ചതും പണവും അശ്വതിയുടെ ദേഹത്ത് ഉള്ള സ്വർണവും മോഷ്ടിക്കപ്പെടാത്തതും വലിയ തെളിവെന്നോണം ഫോറൻസിക് ഓഫീസർ പറഞ്ഞ ആത്മഹത്യ ചെയ്തവരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ, അതായത് കണ്ണു തുറക്കുക, നാവ് കടിച്ചു പിടിക്കുക, ചെറുതായി യൂറിൻ പാസ് ചെയ്യുക തുടങ്ങിയവ അശ്വതിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതും പോലീസ് ഇതൊരു ആത്മഹത്യ എഴുതാൻ പ്രേരിപ്പിച്ചു. പോലീസ് നായ മണം പിടിച്ച് വിശ്വത്തിന്റെ ഹോട്ടൽ റൂമിൽ എത്തിയെങ്കിലും പോലീസായ ദേവദാസിന് പണം നൽകി വിശ്വം അതൊതുക്കി തീർത്തു. അങ്ങനെയിരിക്കെ പത്രക്കാരും നാട്ടുകാരും അശ്വതിയുടെ മരണത്തിൽ ഒരു മന്ത്രിക്ക് കൈയുണ്ടെന്ന് പറയുന്നു. പോരാത്തതിന് കേസ് CBIക്ക് ഏൽപ്പിക്കാനും പറയുന്നു. അവസാനം അശ്വതിയുടെ കേസ് സേതുരാമൻ എന്ന CBI ഓഫീസർക്ക് ലഭിക്കുന്നു. അതോടെ കഥയുടെ ഗതി തന്നെ മാറുന്നു. അശ്വതിയുടെ കേസ് ഫയൽ പരിശോധിക്കുന്നതിനിടെ പോലീസുകാർ കണ്ടെത്താത്ത ഒരു ക്ലൂ സേതുരാമന് ലഭിക്കുന്നു. അങ്ങനെ സേതുരാമൻ തന്റെ സബോർഡിനേറ്റായ ചാക്കോയെയും വിക്രമിനെയും കൂട്ടി കൃത്യം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു. ചാക്കോയെ അശ്വതി ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച അതേ മെറ്റീരിയലിലുള്ള സാരി വാങ്ങാൻ പറഞ്ഞുവിടുന്നു. അശ്വതി ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച അതേ രീതിയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ സേതുരാമൻ ശ്രമിക്കുന്നു. 5 അടി 9 ഇഞ്ച് ഉയരമുള്ള വിക്രമിന് പോലും ആ സീലിംഗിലെ ഹുക്കിൽ കൈയെത്താൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് 5 അടി 4 അശ്വതിയുടെ കൈ സീലിംഗിൽ എത്തുകയും അവൾ സാരി കുരുക്കിയിടുകയും ചെയ്യുന്നത്? 5 അടി 9 ഇഞ്ച്